ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. നമ്മളൊന്നും അങ്ങനെ മറന്നു പോകാത്തൊരു കാര്യമാണ് സഞ്ജുവും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലൊരു ഇഷ്യൂ. അന്ന് അത് അവിടെ വെച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്ത് വേറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നെന്ന് ഇന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് രാവിലെ എണീറ്റ് കണ്ട ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇയർ ബാൻ ശ്രീശാന്തിന് കൊടുത്തു എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ ഇത് പഴയ കാലത്തേക്ക് വല്ലതും പോയെന്ന് പറഞ്ഞാണ് സ്ക്രോൾ ചെയ്ത് പോയത്. അപ്പോഴാണ് മനസ്സിലായത് അന്ന് ആ സഞ്ജുമായിട്ടുള്ള, അതായത് അന്നത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് വിജയ് ഹസാരെ ട്രോഫിയുടെ പ്രിപ്പറേറ്ററി ക്യാമ്പിൽ സഞ്ജു പങ്കെടുക്കാത്തതിനെ തുടർന്ന് വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു സാംസൺ സ്ക്വാഡിൽ അംഗമല്ല എന്ന് പറയും. അതോടൊപ്പം തന്നെ ഇതിനെ തുടർന്നാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്കുള്ള എൻട്രി നിഷേധിക്കപ്പെട്ടതെന്ന് പറയുകയും ചെയ്യുന്നുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രിപ്പറേറ്ററി ക്യാമ്പിൽ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെയാണ് വിജയ് ഹസാരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താഞ്ഞത്. പക്ഷേ ഇതിനെ ചൊല്ലിയാണോ ഇന്ത്യൻ സ്ക്വാഡിൽ വരാത്തതെന്ന് നമുക്കറിയില്ല. ആൻഡ് ആ ഒരു സമയത്ത് ശ്രീശാന്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതായത് നമുക്കൊരു സഞ്ജു ഉള്ളൂ, സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. അതോടൊപ്പം തന്നെ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞു. ഒന്ന് ഇത്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് KCAക്കെതിരെ. അതായത് KCAക്കെതിരെ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. KCAയുടെ തലപ്പത്തേക്ക് ക്രിക്കറ്റുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ശ്രീശാന്ത് പറയുന്നത്. പറഞ്ഞിരുന്നത് ഇതിന് മാത്രം ഒഫൻഡഡ് ആവേണ്ട രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അത്ര ഒഫൻഡഡ് ആവേണ്ട സ്റ്റേറ്റ്മെന്റ് അല്ല. പുള്ളി കാര്യം തന്നെ പറഞ്ഞായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സഞ്ജുവിൻ്റെ ഫാദറിനെതിരെയും ലീഗലി കേസ് മൂവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു സമയത്ത്, അതായത് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടാത്തതിനെ തുടർന്ന് കുറച്ച് അലിഗേഷൻസ് KCAക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് KCA ആൾക്കെതിരെ ലീഗലായിട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ശ്രീശാന്ത് നമുക്കറിയാം എരീസ് കൊല്ലം, അതായത് നമ്മുടെ കേരളത്തിൽ നടന്ന ആ ഒരു ക്രിക്കറ്റ് ലീഗിൽ കപ്പടിച്ചിട്ടുണ്ടായിരുന്ന സച്ചിൻ ബേബി ക്യാപ്റ്റൻ ഉണ്ടായിരുന്ന ടീമിൻ്റെ ഒരു പാർട്ണറാണ് ശ്രീശാന്ത്. അപ്പോൾ ശ്രീശാന്ത് ടീമുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പി റിപ്പിൾസിൻ്റെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള സായി കൃഷ്ണൻ, എനിക്ക് തോന്നുന്നത് നമ്മുടെ സീക്രട്ട് ഏജൻ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ആളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കേസുകളും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ന്യൂസുകൾ വരുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ശ്രീശാന്തിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ആൾ പറഞ്ഞത് ഫാക്റ്റ് തന്നെയാണ്. അതിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊരു സഞ്ജുവോട് സപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വാലിഡാണ്. അതായത് കേരള ക്രിക്കറ്റിൻ്റെ തലപ്പത്തേക്ക് കുറച്ചുകൂടി ക്രിക്കറ്റുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ വന്നിരുന്നെങ്കിൽ നന്നായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്ക് മൊത്തത്തിൽ കണ്ടിട്ട് ഇതൊക്കെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇതെന്താണ് KCA കാണിക്കുന്നത് പറഞ്ഞിട്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തി. ബൈ ബൈ ഗൈസ്.